ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബം വ്ളോഗ്സ്. സകുടുംബം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഉച്ചയ്ക്ക് വന്നിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേന്ന് എനിക്ക് ഏത്തക്കാപ്പം കഴിക്കണമെന്നുണ്ട്. അപ്പം വൈകിട്ട് വരുമ്പോഴത്തേക്കിനും ചായക്കടയിൽ നിന്ന് ഏത്തക്കാപ്പം വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, വേണ്ടടി, നമുക്ക് വൈകിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത്തക്ക ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വരുന്ന വഴി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മ അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഏത്തക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഏത്തക്ക വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാണ് ആലോചിച്ചത്, ഏട്ടൻ ഡയറ്റിലാണല്ലോ, അതുകൊണ്ട് ഏത്തക്കാപ്പം കഴിക്കത്തില്ലല്ലോ എന്നുള്ളത്. അപ്പം ഏട്ടന് എന്തെങ്കിലും ഗോതമ്പ് വെച്ചിട്ടുള്ള ഐറ്റം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പം അമ്മ അതിനെന്തോ മാർഗം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരം ഇൻട്രോ എടുക്കാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പറഞ്ഞു, എന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അത് അമ്മയ്ക്കറിയാം അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏത്തക്കാപ്പം പിന്നെ ഏട്ടൻ എന്തെങ്കിലും ഒരു സ്പെഷ്യലും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അയ്യോ, ഞാനിവിടെ പണി കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ഏത്തക്കാപ്പം എന്ന് പറഞ്ഞിരിക്കുക. കടയിൽ നിന്ന് മേടിക്കുന്നതിനകത്ത് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടുത്തെ ഏത്തക്കായി മേടിച്ചോണ്ട് വന്നേ. എന്നാൽ ഇതൊന്നും വറുത്ത് കൊടുത്തേക്കാം, ഇല്ല സൂര്യൻ തരത്തില്ല, അതുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഇനി ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചു. അത് പൊളിച്ചെടുക്കണം. വെളിച്ചെണ്ണയുടെ വില കാരണം ഇതാ ഉപയോഗിച്ചത്, സൺഫ്ലവർ ഓയിൽ. അത് മതി, നമുക്ക് കഴിക്കാനല്ലോ, പെട്ടെന്ന് കഴിക്കാനല്ലോ, വെച്ചേക്കാനല്ലോ. അതിനുള്ള ഏത്തക്കാപ്പത്തിനുള്ള കൂട്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദയും അതിൻ്റെ ഒരു ശകല അരിപ്പൊടി ഇട്ടു. കളർ പൊടിയാണ് സാധാരണ കടക്കാരി ചേർക്കുന്നത്. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതെ, ഇതിന് മഞ്ഞ നിറം ഉണ്ടല്ലോ അല്ലേ? നല്ല മഞ്ഞ നിറമുണ്ട്. കളറ് സാധാരണ നമ്മുടെ വെളിയിൽ നിന്ന് കിട്ടുന്നതിനകത്ത് അവർ ഇതിനകത്ത് കളറിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് നമുക്ക് വിഷമില്ലേ, നമ്മുടെ മഞ്ഞപ്പൊടി ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അതും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത്തക്കായുടെ എല്ലാം തൊലി കളഞ്ഞ് അതിലൊന്ന് മുറിച്ചെടുക്കട്ടെ. ഏട്ടപ്പൂൻ എന്താ ഉണ്ടാക്കുന്നത്? അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ നീ കണ്ടാൽ മതി, ഇപ്പം നീ അറിയണ്ട. അത് ഞാൻ അതിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഉണ്ടാക്കി കൊടുത്തോളാം. അവൻ ഏത്തക്കാപ്പം തിന്നാൻ വയ്യല്ലോ. എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, മോനെ ഇടാ ഏത്തക്കാപ്പം അമ്മ ഉണ്ടാക്കട്ടെ. അമ്മ എനിക്ക് ഏത്തക്കാപ്പം തിന്നാൻ പറ്റത്തില്ല, അത് വേണ്ട, ഏത്തക്കാപ്പം വേണ്ട, എനിക്ക് അല്ലെങ്കിൽ വരുമ്പോൾ ഒരു മുട്ട പുഴുങ്ങി തോന്നി. അത് ഞാൻ പറഞ്ഞു വേണ്ട, എന്നാൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനത് എന്തെങ്കിലും ഒരു ചെറിയ കടി അവനും ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഏത്തക്കതേ ഞാൻ പൊളിച്ചെടുത്തു. കണ്ടിച്ച് കളഞ്ഞേക്കാം. തലയും വാലും കണ്ടിച്ചു. കടക്കാരാണെങ്കിൽ 4 മുറിക്കും. നമുക്കൊരു 3 മുറിച്ചാൽ മതി. നമുക്ക് വീട്ടുകാർക്ക് കഴിക്കാനല്ല, നമുക്ക് ഒത്തിരി തീരെ ചെറുതാക്കണ്ടല്ലോ. അതായത് ഒന്നും കൂടെ മുറിക്കുകയും ചെയ്യാം. 2 ചെറിയതായിട്ടാക്കി ഇടാൻ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കണോടി. വേണോ? വേണ്ട, ചെറുതാക്കണേ. ഇങ്ങനെ കണ്ടിച്ചിട്ടെ പേരെ കാണുമല്ലോ. പേരെ കണ്ടാലും കണ്ടില്ല, തിന്നുന്നല്ല തിന്നേ ഉള്ളൂ. തന്നെ ഇനി ബാക്കി ഞാൻ കണ്ടിക്കട്ടെ. സൺഫ്ലവർ ഓയിൽ പൊട്ടിച്ചൊഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാടുണ്ടോ തന്നെ. ഇപ്പം നമുക്ക് കുറച്ച് ഏത്തക്കാപ്പല്ലോ. ഇത് വെളിച്ചെണ്ണ ആയിരുന്നെങ്കിൽ രോമാഞ്ചം ഉണ്ടാകുന്നു. എനിക്ക് രോമാഞ്ചം. വെളിച്ചെണ്ണ നമ്മൾ അല്ല തന്നെ നമ്മൾ ഒരുപാട് തേങ്ങ അരച്ച് കറി വെക്കുന്നൊക്കെ. നിങ്ങൾ പണക്കാരാണോ? അതൊന്നും തേങ്ങ കറിയാണ്. ഇവിടെ തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം കൂടുതൽ. പിന്നെ അത് തന്നെയല്ല, ഒരു തേങ്ങ മേടിച്ച് ഞാൻ 2-3 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. കുറേശ്ശെ തേങ്ങ ചേർക്കുള്ളൂ, ഒരുപാട് ചേർക്കത്തില്ല. മോര് തേങ്ങ ചേർത്തില്ല. മോര് കറിക്ക് നമ്മൾ തേങ്ങ ചേർക്കത്തില്ല. മോര് കറി വെച്ചത്. പിന്നെ തോരനൊരു ശകലം തേങ്ങ ചേർത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് തേങ്ങ ഒന്നും ഞാൻ ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഈ അവിയലൊന്നും ഞാനിപ്പം വെക്കാത്തത്. അവിയലൊക്കെ എനിക്ക് വെക്കണമെങ്കിൽ ഏറെ തേങ്ങ വേണം. അതുകൊണ്ട് അവിയലൊന്നും ഇപ്പം ഞാൻ വെക്കത്തില്ല. ഇനി ഓണത്തിനെ വെക്കുമെന്നുള്ളൂ തോന്നുന്നു. അതിന് മുന്നേ വെക്കാൻ പറ്റിയെങ്കിലും വെക്കാം. തേങ്ങ വേണ്ടേ, അത് കാരണം വെക്കാത്ത. തീയലിനും വേണം നല്ലവണ്ണം തേങ്ങ. അതുകൊണ്ട് കുറേശ്ശെ തേങ്ങ കുറവുള്ള സൈസൊക്കെയാണ് വെക്കുന്നത്. ഏത്തയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഏത്തയ്ക്ക എടുത്തിട്ടുള്ളൂ ഞാൻ. ഇത്ര ഉണ്ട്, ഞങ്ങൾക്കത് മതി. ഞങ്ങൾക്ക് 2 പേർക്കും, ഞാൻ അച്ഛനും കൊടുക്കണ്ട 2 ഞങ്ങൾക്കത് മതി. അവന് ഞാൻ വേറെ സൂത്രം ഉണ്ടാക്കി കൊടുക്കും. എണ്ണ നല്ലോണം തിളച്ച് നല്ല റെഡിയായിട്ട് ഇനിയും വരണം. എണ്ണ ചൂടായെന്ന് നോക്കട്ടെ. നല്ല ബിളിബിളാത്തിരി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തയ്ക്ക പെറുക്കിയിടാം. ഇനി നമുക്ക് അങ്ങോട്ട് പെറുക്കിയിടാം. ഇതിനകത്ത് കിടക്കുന്ന ചില ഒന്ന് എടുക്കട്ടെ. കണ്ണോപ്പ വേണം കേട്ടോ. കണ്ണോപ്പ ഉണ്ടാവും. അല്ല, എല്ലാവരോടും പറയുമായിരുന്നു ഉണ്ടാക്കണമെങ്കിൽ കണ്ണോപ്പ വേണം. ഇതൊക്കെ ഉണ്ടാക്കി എല്ലാവരും നമ്മൾ പിന്നെ കാണിക്കുമ്പോൾ ഇപ്പം കണ്ണോപ്പത്തിൽ പറയുന്നേ, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നയാ. ഇതിലെന്തെങ്കിലുമൊക്കെ കുറ്റം പറയുന്നത്. പക്ഷെ എള്ളിടാം, അങ്ങനെയുള്ള സാധനം ഇടാം. അപ്പൊ നമുക്കതൊന്നും ഇല്ല. അത് കാരണം അതൊന്നും ഇട്ടില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ അയ്യോ എള്ളിട്ടില്ലേ, പൂവിട്ടേ, ഇത് അതിനകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏത്തയ്ക്ക മാത്രമായിട്ടാണ് വെക്കുന്നത്. ഹായ്, ആ വീഴുന്ന വീഴ്ച നോക്കൂ.
തിളത്തിന് തിളപ്പ് നോക്കി. ഇവിടെ മഞ്ഞപ്പൊടി വേണം. വേണ്ട വേണ്ട, പിന്നെ ഉള്ള മഞ്ഞപ്പൊടി ഇടുന്നത്. തിളച്ച എണ്ണയിൽ നമ്മ കൈ മുക്കിയാക്കണ്ടോ? പുള്ളിയൊന്നും ഇല്ല കേട്ടോ, കൈയല്ല. അല്ലാതെ കണ്ടോ കൈയുടെ എല്ലാം മുറിഞ്ഞൊക്കെ ഇരിക്കുന്നത്, പുല്ലുപറിക്കയുടെ ഉണ്ടോ കീറിയിരിക്കുന്നുണ്ട്. അതേമാതിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ, കഷ്ടപ്പാടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. നമ്മളെപ്പോഴും കഷ്ടപ്പെട്ട് വേണ്ട ജീവിക്കാൻ. കയ്യിലിരിക്കുന്ന ആയുധം പിച്ചാത്തിയാണെന്ന് കരുതി ആരും ഒന്നും പറയരുത്. ഞാൻ ഈ പിച്ചാത്തിയും കൊണ്ടൊക്കെ മറിച്ചിടും. എന്നാ പിച്ചാത്തി സ്റ്റീലിന്റെ പിച്ചാത്തിയെ കണ്ടോ, അതുകൊണ്ട് മറിച്ചിടുന്നുണ്ടെന്ന് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ തന്നെ കഴിക്കാനുള്ള ഉണ്ടാക്കുന്നത്. പിച്ചാത്തിയും കൊണ്ട് ഇപ്പോൾ അവിടെ എന്നെ വഴക്ക് പറയാം, അമ്മ പിച്ചാത്തിയും കൊണ്ട് മറിച്ചിടണ്ട, വേറെ എന്നെ കൊണ്ട് മറിച്ചിടാം സ്പൂണും കൊണ്ട്. അത് സ്റ്റീലല്ലേ, ഇത് സ്റ്റീലാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പണിയാ നമ്മൾ ചെയ്യുന്നത്, കഴിക്കാൻ ചെയ്യുന്നത് നമ്മൾ വൃത്തിക്ക് ചെയ്തെടുക്കുക, അതേ ഉള്ളൂ നമുക്ക് ഏറ്റവും വേണ്ടത്. നോക്കാം നല്ല അടിപൊളിയായിട്ടാണ് വരുന്നതെന്ന് നോക്കാം. കണ്ടോ, കളർ ചേർക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അല്ലേ വീട്ടിലുണ്ടാക്കുന്നതിനൊക്കെ ഈ കളറൊക്കെ വരുള്ളൂ. അത് തന്നെയല്ല, എന്തിനുള്ള കളറിൽ നമ്മൾ എനിക്ക് വാരി ചേർക്കുന്നത്. ഒരുപാട് കളർ ഇട്ട് കഴിയുമ്പോൾ അത്ര അത് വലുത്. നമ്മുടെ ഈ ഇച്ചിരി മഞ്ഞപ്പൊടി, നമ്മുടെ നല്ല മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ അതിനകത്ത് ഏത്തക്കായ്ക്കകത്ത് പിന്നെ പറയാൻ പറ്റുന്ന വില കുത്തി വെച്ച് വല്ലതും കയറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത്തക്കായ്ക്കകത്തൊന്നും വിഷമൊന്നുമില്ല. എന്നാലും മഞ്ഞപ്പൊടി ഇട്ടു അങ്ങോട്ട് വേഗട്ടറ കിടന്നുണ്ട് അങ്ങോട്ടെ. നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി എന്തിട്ട് കീണിക്കാം. അതായിട്ടുണ്ട്, നമുക്കത് കോരി എടുക്കാവേ. നല്ല ബോളിൽ ബണ്ണ് പോലെ അല്ലേ പൊങ്ങി വന്നു. നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ പോകണം, എണ്ണ വലിയണം. ഇതിനകത്ത് അതായത് മൈദായും ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് നല്ല കിലാന്നിരിക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ രതീഷൊന്നും അല്ല കേട്ടോ. അതെ, തളർന്നു പോയ രതീഷ്. കടയിൽ നിന്ന് ഏത്തക്കാപ്പം കൊണ്ടുവന്നാൽ നമ്മൾ അതിനെ എഴുന്നേപ്പിക്കണ രതീഷ് വിളിച്ചു. ഇത് പിന്നെ നോക്കി നല്ല അടിപൊളി ഏത്തക്കാപ്പം ഉണ്ടോ, ഉണർന്ന് കിടക്കുന്നതാണെന്ന്. അതെ, എന്നിട്ട് ഞങ്ങൾ മുറിച്ചിട്ടിട്ട് പോലും ഞങ്ങളുടെ ഏത്തക്കാപ്പം കണ്ടോ. അതെ, തക്കുട് മുണ്ടനായിട്ട് കിടക്കുന്നു. ഈ കണ്ടോ, അതിൻ്റെ ബാലൻസ് വന്ന കരിവേരാക്സ് അതോട്ട് മാറ്റി. ഇനി അടുത്ത സെറ്റ് വീണ്ടും ഏത്തക്കാപ്പം. ഇനി ഇത്രയും കൂടെ ഉള്ളു. രണ്ട് ഒരുപാട് ചെറുക്കൻ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് വന്നേക്കുന്നത്. അവിടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് പാട്ട് മതി. അവനെ എത്ര നേരം വിളിച്ചോണ്ടിരുന്നപ്പം കൊച്ചച്ഛൻ, അവൻ്റെ അച്ഛൻ്റെ അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വിളിച്ചു. കണ്ട് വീഡിയോ കോൾ വിളിച്ചു. അത് കണ്ട് അവൻ വെച്ചാലായിരുന്നു. അവൻ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടമായി പോയി. അത് കാരണം കുറേ നേരം കരച്ചില്ല. അത് കാരണം ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. അതേ സമയത്ത് ഇച്ചിരി ചായ കുടിക്കേണ്ട സമയമായി. പയ്യാട്ടെന്ന് വിചാരിച്ചു. പയ്യ മതിയല്ലോ, സന്ധ്യ ആയതല്ലേ ഉള്ളൂ. ലാസ്റ്റ് സെറ്റ് ഓഫ് ഏത്തക്കാപ്പവും ഇട്ട് കഴിഞ്ഞു. ഇനി അതും കൂടെ മൂത്ത് വരട്ടെ. ഇങ്ങനെ ഞങ്ങൾ ഏത്തക്കാപ്പം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെ, രണ്ടാമത്തെ സെറ്റ് ഏത്തക്കാപ്പത്തോടു കൂടി നമ്മുടെ ഏത്തക്കാപ്പത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സർപ്രൈസ് ആയിട്ട് അമ്മ ഏട്ടപ്പൂവിന് വേണ്ടി ഉണ്ടാക്കാൻ എന്താണോ. അങ്ങനെയൊന്നും അല്ല, അവനെന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ നമ്മൾ കഴിക്കുമ്പോൾ അവന് കൊടുക്കണ്ടേ കഴിക്കാൻ. അതെ, ഏട്ടപ്പൂന് അറിയത്തില്ല കേട്ടോ എന്നെ ഉണ്ടാക്കുമെന്നുള്ളത്. ഏത്തക്കാപ്പാന്ന് കേട്ടപ്പോൾ പുള്ളി വിഷമിച്ച് കാണും. അവർക്കുണ്ടാക്കി കഴിക്കാൻ പോവാ. പാവം ഞാനും നോക്കും. എനിക്കങ്ങനെ ഞാൻ പണ്ടൊക്കെ എല്ലാം വീട്ടിലുണ്ടാക്കി കൊടുക്കുമായിരുന്നു പിള്ളേർക്ക്, എല്ലാ സാധനങ്ങളും. പൈസയുടെ നിവൃത്തിയുടെ അനുസരിച്ച് കടയിൽ നമ്മുടെ സപ്ലൈക്ക് പോയി ചെന്നാണെങ്കിലും പരിപ്പും ഉഴുന്നും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് പരിപ്പ് നമുക്ക് കുറച്ച് ഇട്ടാൽ മതിയല്ലോ. കുറച്ചിടിച്ച് സവളൊക്കെ കൂടുതലറിഞ്ഞാൽ നമുക്ക് കടയിൽ നമ്മൾ പിള്ളേർ ഗീരണ്ടെണ്ണം കൊടുക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് 5 എണ്ണം വെച്ച് കൊടുക്കാം. പരിപ്പുവട കാക്കിലും പരിപ്പിട്ട് എന്തോരം പരിപ്പുവട ഉണ്ടാക്കാൻ പറ്റും, ഏറെ പരിപ്പുവട ഉണ്ടാക്കാം. പണ്ട് നമുക്ക് പൻപഴ വെച്ച് നമുക്ക് ചായക്കട ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ചായക്കട കൊണ്ടായിരുന്നു അച്ഛൻ വയ്യായിരുന്നപ്പോൾ. അച്ഛനുണ്ടായിരുന്നു, നമ്മുടെ അച്ഛൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഇനിയിപ്പം ഞാൻ ഇച്ചിരതേ ഗോതമ്പ് പൊടി എടുത്ത് ശർക്കരയും 2 പഴം ഇവിടെ ഇരുന്നു റോബസ്റ്റ് ഞെരടി ഞാൻ അവന് ബോണ്ട പോലെ ചെറുതായിട്ടുണ്ട്. ഒക്കത്തൊന്നുമില്ല എങ്കിലും വരുമ്പോ ഒരു സന്തോഷം. ഇച്ചിരി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, ശർക്കര സോഡാപ്പൊടി ഇട്ടു കേട്ടോ. ശർക്കരയും പഴവും കൂടി ഇട്ട് ഞെരടി നല്ലോണം വെച്ചിരുന്ന ഇത് അവനൊരു സന്തോഷം. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ഇഷ്ടമായി. എപ്പോഴും പറയും പണ്ട് അമ്മ എല്ലാം ഉണ്ടാക്കി തരും, ഇപ്പം അമ്മ ഉണ്ടാക്കി തരത്തില്ലെന്ന്. വിഷമം അങ്ങ് മാറിക്കോട്ടെ. അതെ,
നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ബോണ്ടെന്നൊക്കെ പറയാം. അതെ, ഇനി വേറൊരു പേരിടണോ? ഒരു ബോണ്ട ഇട്ടു. ടേസ്റ്റ് നോക്കുന്നത് ഞാനാണ്. 2 ടേസ്റ്റ് നോട്ടല്ലേ ഉള്ളൂ. അതെ 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 അതെ. 3 ഒരുത്തിനവിടെ കിടന്ന് ഭയങ്കര മേളോ കേട്ടോ. മിക്കവാറും അവൻ എന്നെ കൂടെ ടേസ്റ്റ് നോക്കിപ്പിക്കും. നിങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അല്ലേ? എല്ലാവരും വല്ലതൊക്കെ 4 മണിക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഈ അതായത് അഴുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തും വെളിച്ചെണ്ണയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് കുറേ പ്രാവശ്യത്തൊക്കെ ആയിരിക്കും. കടക്കാരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മുതലാവണ്ടേ. പക്ഷെ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ കടക്കാരെന്നെ എടുക്കുമെന്ന് ചിന്തിക്കും. അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. കുറച്ചൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റുമ്പം. അല്ലേ? എപ്പോഴും അല്ല, ആഴ്ച ഒന്നൊക്കെ ഒരു ഞായറാഴ്ചയൊക്കെ വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം. അതെ. ഡെയിലി കടപ്പലഹാരം കൊടുക്കല്ലേ. ഞാൻ ചെല്ലട്ടെ. ഈ വെളച്ചില് പിടിച്ച ഇവനെ ഞങ്ങൾ എന്ത് ചെയ്യണം? അജുമപ്പെണ്ണാണ്, അജുമൂത്താണ് പെണ്ണെ. കേശുപൂ കേട്ടോ, അവന് ദേഷ്യം വരുവാ. ദേഷ്യം, അവന് ദേഷ്യം. ഞാൻ എടുത്തോണ്ടിരിക്കാം, അവന് ഒരു കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും എടുത്തോണ്ടിരിക്കാൻ പറ്റുമോ? കണ്ടില്ലേ? അയ്യോ പോട്ടടി. ഒന്ന് പാച്ചപ്പാക്കട്ടെ കേട്ടോ ഇവനെ. കണ്ടോ ഒരുമാതിരി നല്ല കറുത്ത കളർ വന്ന കണ്ടോ ഞങ്ങളുടെ ബോണ്ടായിക്കേ. നമ്മുടെ ബോണ്ട റെഡിയായി ഗൈസ്. റെഡിയായി. ഇതൊന്നും ചെയ്യുന്നേ പണ്ടൊക്കെ ഇത് ഡെയിലി ഞാൻ അവന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ബോണ്ടായ പരിപ്പുവട, ഉള്ളിവട, ഉഴുന്നുവട എല്ലാം ഉണ്ടാക്കി. ഡയമണ്ട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് മുറിച്ചിട്ട് അത് ഞാൻ വറുത്ത് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുമായിരുന്നു. തമാശയായിട്ട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വലിയ ദൈവത്തിന് നിർക്കാഴിയല്ല, അസുഖങ്ങളൊന്നും അങ്ങനെ ദൈവത്തിന് നിർക്കായിട്ട് ഇതുമായിട്ടും ഉണ്ടായിട്ടില്ല ഉള്ള കാര്യമായിരുന്നു. ഒരുത്തിനിപ്പം വയസ്സ് 28ആയി, ഒരുത്തിന് വയസ്സ് 23ആയി. ഇപ്പം ദൈവത്തിന്റെ കൃപ. നമ്മളിതെല്ലാം ഉണ്ടാക്കി കാണിക്കും കേട്ടോ. ഡയമണ്ട് ഒക്കെ നമുക്ക് ഇനി ഉണ്ടാക്കാം. എല്ലാവരെയും കാണിച്ചാൽ നമ്മുടെ ബോണ്ട റെഡിയായി. ഞാൻ കോരി എടുത്തേക്കാം. ഉരുണ്ടൊന്നും പോലെ ഇങ്ങനെ തേണ്ട ബോണ്ട കോരി അങ്ങനെ നമ്മുടെ ബോണ്ടായും നമ്മുടെ ഏത്തക്കാപ്പവും 4 മണിക്ക് 2 ഏത്തക്കായും കൊണ്ട് ഉണ്ടാക്കിയതാ. കണ്ടോ ഇത്രയുണ്ട്. 2 ഏത്തക്ക നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ കൊടുക്കാം. ഒരു കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് 2 പഴവും ഇട്ട് ഇച്ചിരി ശർക്കര ഇട്ട് ഇളക്കി ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ ബോണ്ട. ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇത്. കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 2 ഏത്തക്കായും കൊണ്ട് ഇത്ര ഏത്തക്കാപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് നല്ലത്. നല്ല മേടിക്കുകയാണെങ്കിൽ ഇത്ര നമുക്ക് കിട്ടും. എത്ര രൂപ കൊടുക്കണം? 10 രൂപ വെച്ചാണെങ്കിൽ കാണും. പക്ഷെ ഇത് നല്ലത്. എങ്ങനെ ഇരിക്കുന്ന ഏത്തക്കാപ്പം കണ്ടോ. ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിക്കണോ? ചൂടുണ്ടായിരിക്കും, എന്നാൽ ചൂടോടെ കഴിക്കാനൊരു മടിയുണ്ട്. കഴിച്ചേക്കാം. അതെ കണ്ടോ, ക്രിസ്പി ഏത്തക്ക, സൂപ്പർ. അടിപൊളി. എൻ്റെ കയ്യിൽ ഇവൻ ഇരിക്കുമല്ല, ഞാൻ കഴിച്ച് കാണിക്കരുത് ഗൈസ്. ചായ ഇട്ട് കുടിക്കുമ്പോൾ കാണിക്കാം. ബോണ്ടയാണേലും നല്ല സൂപ്പർ ബോണ്ട. ഒരു ബോണ്ട കാണിക്കാൻ കണ്ടോ. ചൂട് പറക്കുക കണ്ടോ. കൊതിപ്പിച്ച് കരുതി കളയും. നല്ല ചൂട് ബോണ്ടായ ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കണം. കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കും എല്ലാം കഴിക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാം. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പറയണം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പറയണം. നമ്മുടെ മിനിയമ്മ അല്ലെങ്കിൽ പത്മിനിയമ്മ, സകുടുംബത്തിലെ പത്മിനിയമ്മ ഉണ്ടാക്കിയ ബോണ്ടയാണെന്ന് പറയണം. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. മക്കളൊക്കെ അത് കഴിക്കുമ്പോൾ അവർക്ക് തോന്നണം. അതെ, കടയിൽ മേടിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ മതിയെന്ന് അവർക്ക് തോന്നണം. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് കണ്ടോ, കൊതിക്കരുതേ ആരും. വരാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാം. ബോണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ദയവായോ ഓടിവ ബോണ്ടായും ഏത്തക്കാപ്പോ കഴിക്കാം. അപ്പം ഏത്തക്കാപ്പവും ബോണ്ടായും ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എന്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇഷ്ടപ്പെട്ടോ എല്ലാം ഞാൻ അമ്മയെ വായിച്ചേൽപ്പിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും ടാറ്റാ.